ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് ഭഗവാൻ ഓരോ ദിവസവും നമുക്ക് അവിടുത്തെ ആ കാരുണ്യം പകർന്നു തരികയാണ്. ഓരോരോ എന്താ പറയുക, കർഷകരി ഇത് കൃഷ്ണ, അതുപോലെ രാമനാമത്തിനും രമിപ്പിക്കുന്നവൻ രാമൻ എന്നുള്ള പദങ്ങളുടെ അർത്ഥങ്ങളെയൊക്കെ സത്യമാക്കിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഓരോന്നും നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരുത്തി നമ്മളെ ഓരോന്നിലൂടെ രമിപ്പിച്ച് നമ്മുടെ താപത്രയങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കി നമ്മളെ ഭഗവാനോട് കൂടുതൽ അടുപ്പിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഒരു രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അക്കിത്ത ഭാഗവതം ലഭിക്കാനിടയായത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സാധിക്കുന്നത് പോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് പാരായണം ചെയ്യണേ. കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ ആ സമയത്ത് പാരായണം ചെയ്തത് ഈ അക്കിത്ത ഭാഗവതത്തിലെ വരികളാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം ഇത്തവണ നമുക്ക് അത് കുറച്ച് ശ്ലോകങ്ങളായിട്ട്, മുഴുവനും പറ്റില്ല, കുറച്ച് ശ്ലോകങ്ങളായിട്ട് നമുക്ക് ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്കതിനെ ഇങ്ങനെ ഒന്ന് അറിയാൻ, ഒന്ന് അനുഭവിക്കാൻ ശ്രമിക്കാം. എത്രയേ പറയാൻ പറ്റുള്ളൂ, കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എങ്ങനെയാണ് ഈശ്വരൻ പറഞ്ഞു തരുന്നത്. നമ്മളെല്ലാവരും ഒരുപോലെ ഭഗവാന്റെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾക്ക് അനുഭവമാക്കി തരണേ എന്ന് പറഞ്ഞിട്ട്. സംസ്കൃതം എനിക്ക് അത്ര അറിയില്ല. കേട്ടാൽ ഒരുവിധം നന്നായി ആസ്വദിക്കാൻ, ഭാഗവതം കേട്ട് ആസ്വദിക്കാൻ സാധിക്കണത്. അതും പൂർണ്ണമായിട്ടല്ല, കുറേയൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിക്കാൻ കേട്ടുള്ളൊരു രമണം ഭഗവാൻ തന്നു. അപ്പോൾ അതിലെ ശ്ലോകങ്ങൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു അക്കിത്ത ഭാഗവതത്തിലും മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ചെയ്തായിരുന്നു, സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ദേവി ഭാഗവതം എങ്ങനെയാണോ വിവർത്തനം ചെയ്ത് അതുപോലെ തന്നെ തോന്നി വായിച്ചപ്പോന്ന്. അതും എനിക്ക് വായിക്കാനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതും തിരുമുമ്പിൻ്റെ ദേവി ഭാഗവതം, അതിൽ നിന്നാണ് രാധയെ പറ്റിയിട്ടൊക്കെ കുറേ അറിഞ്ഞത്. നമ്മളിപ്പോൾ എന്നും ജപിച്ചുകൊണ്ടിരിക്കുന്ന കൈതൊഴാം പരമേശാനി എന്നുള്ളത് മൂലത്തിലുള്ള ദേവി ഭാഗവതത്തിൻ്റെ ആ പ്രാർത്ഥനാ ശ്ലോകത്തിൻ്റെ മലയാളത്തിൽ ഉള്ള തിരുമുമ്പിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. നവമസ്കന്ധത്തിലാണ് ഒരു പ്രാർത്ഥനാ ഭാഗം വരുന്നത്. അപ്പം അങ്ങനെ ഇന്ന് ഇപ്പം നമ്മളിതാ ഈ ഒരു ഭാഗവതത്തിലൂടെ കൂടുതൽ ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ, ആ ഭഗവാന്റെ ആനന്ദം, കഥാനന്ദം, ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയാം. അതൊക്കെ വാക്കുകൊണ്ടൊക്കെ പറയാൻ സുഖമാണ്, അനുഭവിക്കാൻ ഇത്തിരി പ്രയാസമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ശരിയായ ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറമേ ലൗകികമായ ഒന്നിലും രതി ഉണ്ടാവില്ല നമുക്ക്. അങ്ങനെ എല്ലാം
നമ്മളിൽ നിന്ന് നമുക്ക് അതൊന്നുമല്ല ഇതാണ് സത്യം എന്ന് തിരിച്ചറിയുമ്പോൾ, അതുപോലെ ഇപ്പം നമ്മൾ ആ വാക്കുകൾ പറഞ്ഞ് അത്ഭുതപ്പെടുക അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കിട്ടാൻ, അല്ലെ അത്ഭുതമായൊരു വസ്തുവിനെ പറ്റി പറയുമ്പോൾ അതിനെ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകണമല്ലോ, ആഗ്രഹിക്കണ്ടേ. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് ഈ ഭഗവാന്റെ ആ ഭാഗവതം ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഭഗവാൻ എങ്ങനെയാണോ നമ്മളെ കൊണ്ടുപോകുന്നത് അതുപോലെയാണ്. എനിക്ക് ഒന്നും ഇപ്പം പറയാൻ പറ്റില്ല, കാരണം ഒരു തവണ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു തരാനുള്ള ക്ഷമ പോലും എനിക്കില്ല. അത്രയും കൊതി ഇത് പറയാൻ. അതുകൊണ്ട് ഒരു തവണ പോലും വായിച്ച് അങ്ങനെ നോക്കിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വായിക്കുമ്പോൾ ഇടയ്ക്ക് അക്ഷരത്തെറ്റുകളോ അതുപോലെ ആ വായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ സദയം ക്ഷമിക്കണം എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. അപ്പോൾ നമുക്ക് ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചാൽ ഇതൊക്കെ സുഗമമായിട്ട് മുന്നോട്ട് പോവാം. നമ്മളാണ് എന്നുള്ള ഭാവത്തിലാണെങ്കിൽ ഇതൊന്നും വെടുപ്പാവില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഇത് അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം നമ്മൾ കേൾക്കാറുണ്ട്, സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ കേൾക്കാറുണ്ട്. ആദ്യകാലങ്ങളിൽ എന്നുവെച്ചാൽ അധികം വർഷങ്ങൾക്ക് മുമ്പല്ല, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഭാഗവതമൊക്കെ കേൾക്കാൻ. എനിക്ക് 15 വർഷമല്ല, ഒരു 10-18 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗവതം കേട്ടിട്ടുള്ളത്. ഭാഗവതം എന്ന ഗ്രന്ഥം, ഭഗവാന്റെ ഈ മനോഹരമായ ഗ്രന്ഥത്തെ പറ്റി അറിഞ്ഞു കേട്ട് സപ്താഹമായിട്ട് കേട്ടത്. ആ സമയത്തൊക്കെ ഈ മഹാത്മ്യം വന്നിരിക്കുന്നത് പത്മപുരാണത്തിൽ നിന്നാണ്. മഹാത്മ്യത്തിലെ ശ്ലോകങ്ങൾ, ഭാഗവത മഹാത്മ്യത്തെക്കുറിച്ച് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എടുത്തിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് വായിക്കുന്ന സമയത്ത് ആ ഓരോ അധ്യായം കഴിയുമ്പോൾ ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ഭക്തിനാരദ സംവാദം, ഭക്തിയും അങ്ങനെയുള്ള ആ ഒരു ഭാഗം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഭാഗവതത്തിൽ സപ്താഹത്തിന് ഇരിക്കുമ്പോൾ. അപ്പോൾ അന്ന് കാലത്ത് കേട്ടപ്പോൾ ഈ 6 അധ്യായങ്ങളെയും പാരായണം ചെയ്തുകൊണ്ട് തന്നെയാണ്. അന്ന് ഒരു അധ്യായം വായിച്ച് നിർത്തുക എന്നുള്ള ഒരു മട്ടല്ലായിരുന്നു. നമ്മുടെ ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരി, അതുപോലെ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ അവരുടെയൊക്കെ പാരായണമൊക്കെ പൂർണ്ണമായിട്ടും ആ കാലഘട്ടങ്ങളിൽ അത് വായിച്ചിട്ട് തന്നെയാണ്. പിന്നീടാണ്, കാരണം ഒരു അധ്യായം വായിച്ച് നിർത്തുക എന്നുള്ളത്. അന്നൊക്കെ നേരത്തെ തന്നെ നേരത്തെ തുടങ്ങി കഴിഞ്ഞിട്ട് പാരായണമൊക്കെ ചെയ്ത് ഉച്ചയോട് കൂടിയിട്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഉച്ചയോട് കൂടിയിട്ട് തന്നെ തുടങ്ങി അത് പാരായണം ചെയ്ത് സന്ധ്യയ്ക്ക് ദീപാരാധനയോടുകൂടി നിർത്തുക എന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ എത്തി. ഇപ്പോൾ എന്താ വെച്ചാൽ അധികം പേരും ദീപാരാധനയ്ക്കൊക്കെ ശേഷമാണ് വരിക കേൾക്കാൻ. കാരണം ജോലിക്കൊക്കെ പോണവരുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കേൾക്കാൻ വരുന്നവരുടെ സൗകര്യാർത്ഥം ആദ്യം 1-2 അധ്യായങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിച്ച് ദീപാരാധനയ്ക്ക് ശേഷം അത് വിശദമായിട്ട് അത് നമുക്ക് പറഞ്ഞ് അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും പാരായണം ചെയ്യാറില്ല. നമുക്ക് വീട്ടിലിരുന്നിട്ടായത് കാരണം കൊണ്ട് നമുക്ക് അതിൽ ഓരോ ശ്ലോകങ്ങളെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം നമുക്ക് അറിയുന്നത് പോലെ അർത്ഥമൊന്നും അനുസ്മരിക്കേണ്ട ആവശ്യം വരില്ല. അത്രയും സുഖമായിട്ടാണ് ഇതിലെ പദാനുപദം അർത്ഥം നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ധാരാളം അർത്ഥങ്ങളുണ്ട് ഓരോ ശ്ലോകത്തിനും. അതൊക്കെ നമുക്ക് ഇവിടെയും പറയാൻ പറ്റില്ല, കാരണം അതിനുള്ള അറിവൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ അത്രയും ആഴത്തിൽ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന് അവർ പറഞ്ഞു തരണം. പിന്നെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്കും അത് ചിലപ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് പറഞ്ഞു തന്നാലോ എന്നൊരു കൊതി. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയ ഒരു അനുഭവം എന്നോട് ഒരാൾ പറയേണ്ടായി. അഷ്ടമീരോഹിണിക്ക് ഭഗവാന്റെ ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ക്യൂ നിന്നു. കുറേ എത്തിയപ്പോഴാണ് അത് ഊണിനുള്ള ക്യൂ അല്ല എന്ന് മനസ്സിലായി. പിന്നെ വേറൊരു ക്യൂ നിന്നു. അപ്പോൾ അത് കുറേ എത്തിയപ്പോൾ അവർക്ക് വയ്യാണ്ടായി. അപ്പോൾ ആ ക്യൂവിൽ നിന്ന് ഇറങ്ങി പുറത്ത് എവിടെയോ നിന്നു. ആ നിന്നത് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ക്യൂ ആയിരുന്നു. അത് VVIPകൾക്കുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കണുണ്ടപ്പോൾ കയറിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാൽ
അവരോട് സാധാരണ അങ്ങനെ വരുമ്പോൾ അവിടെ നിൽക്കണവർ എന്താ ഏതാ ചിലപ്പോൾ എന്തെങ്കിലും അതിന് ഐഡൻറ്റിറ്റി കാർഡോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ അവർ പറയുന്നത് എന്നോടൊന്നും ചോദിച്ചില്ല, കയറി വരുമോ ഇരുന്നോളൂ സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കയറി ഇരുന്ന് ഊണ് കഴിച്ച് പോന്നു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഗുരുവായൂരപ്പൻ്റെ എത്രയോ പേര് ഊണ് കഴിക്കാൻ പറ്റാണ്ട് തിരിച്ചു പോയവരും ഉണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കണതൊക്കെ നമുക്ക് അവരോട് പക്ഷാഭേദം ചെയ്തു, ഇവരോട് പക്ഷാഭേദം ചെയ്തു, അത് അങ്ങനെയായി ഇതിങ്ങനെ ചെയ്തു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ബാഹ്യദൃഷ്ടിയിൽ നോക്കിയിട്ട് പലതും പറയാനുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല. ഒരു പക്ഷേ കൂടുതൽ ക്യൂ നിന്ന് ബുദ്ധിമുട്ടണവരോടാവും ഭഗവാന് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരാൾക്ക് ധാരാളം നാമം ജപിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം ധാരാളം നാമം ജപിക്കുന്നു. അപ്പോൾ നാമജപം കൊണ്ട് അവരുടെ കർമ്മപ്രാരാബ്ധങ്ങളെയൊക്കെ ഒഴിവാക്കാൻ എന്നുള്ളതാണ് അതാണ് വേണ്ടത്. നാമം ജപിച്ച് കർമ്മപ്രാരാബ്ധങ്ങളെ ഒഴിവാക്കുക. അപ്പോൾ അത് നമുക്ക് പണ്ടുള്ളവർ പറയില്ലേ, കണ്ണിൽ വരുന്ന പുരികത്തേക്ക് കൊള്ളണത് പുരികത്തിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഒഴിഞ്ഞു പോയിന്ന് വരാം. പക്ഷേ ചിലർക്ക് നാമം ജപിക്കാനുള്ള അത്രയ്ക്കുമുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ശരീരം ഞാനാണെന്നുള്ള ആ ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ശാരീരികമായിട്ടുള്ളൊരു കരുത്താവും ചിലപ്പോൾ അവർക്ക് കൂടുതൽ അനുഭവമായിട്ട് വരിക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 11 മണിക്കൂർ 12 മണിക്കൂർ ക്യൂ നിന്ന് തൊഴുകാൻ വെച്ചാൽ എനിക്ക് സാധിക്കില്ല. അത്രയ്ക്കും ഉള്ള ഒരു ശരീരം അതൊന്നും തന്നെ എനിക്ക് പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. അങ്ങനെ എനിക്കൊരു സ്റ്റാമിനയൊന്നും ഇല്ല. അതേ സമയം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 10 മണിക്ക് രാത്രി 8 മണിക്ക് ക്യൂ നിന്നിട്ട് രാവിലെ 8 മണിക്കാണ് തൊഴുതേന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അത്രയും നേരം നിൽക്കാനായിട്ട് ഉറക്കമൊഴിച്ച് അത്രയും നേരം നിൽക്കുക, കുറേ സമയം നിൽക്കണം, എന്നിട്ടൊക്കെ ഇരിക്കാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കാനായിട്ടൊരു കരുത്ത് അവർക്ക് കിട്ടുക. പക്ഷേ അവർക്ക് കാല് കഴപ്പുണ്ട്, ആ ശരീരത്തിന് വരുന്ന എല്ലാ വ്യഥകളും അവർ അനുഭവിക്കേണ്ട, എന്നാലും കണ്ണനെ കാണണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി അവിടെ നിൽക്കാൻ അവർക്ക് സാധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ വ്യഥകളിലൂടെ അവരുടെ കർമ്മപ്രാരാബ്ധങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വലിയ ഇപ്പോൾ ഇത് നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യണ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരു പ്രാരാബ്ധമായിട്ട് തോന്നില്ല. നമുക്ക് കണ്ണനെ കാണണം എന്നുള്ള ലക്ഷ്യം കൊണ്ട് രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും വരികയാണെങ്കിൽ അത് വല്ലാണ്ട് നമുക്ക് വിഷമായിട്ട് തീരും. ഇതിപ്പോൾ നമ്മളെങ്ങനെ പറയില്ലേ, സുഖമായിട്ട് നമ്മളറിയാണ്ട് നാം അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചിത്തചോരൻ എന്ന് പറയുന്നത് മഹാചോരൻ അല്ലേ, ചോരാഗ്രഗണ്യനായിട്ടുള്ള ഭഗവാൻ നമ്മളറിയാണ്ട് നമ്മളുടെ കർമ്മപ്രാരാബ്ധങ്ങളെയൊക്കെ നീക്കിക്കൊണ്ടിരിക്കുക. അതേസമയം മറ്റൊരു കാര്യം, നമ്മളവിടെ നിന്നുകൊണ്ട് അവരെ പറഞ്ഞ് അവരങ്ങനെയാണ്, ഞങ്ങൾ എത്ര നേരമായി ക്യൂ നിൽക്കണു, ഇന്ന ആളങ്ങനെ ചെയ്തില്ലേ, അങ്ങനെയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്യൂ നിൽക്കണമെന്ന് വെച്ചാൽ വീണ്ടും ഈ പോണേനനുസരിച്ച് കർമ്മപ്രാരാബ്ധങ്ങൾ നമ്മളിൽ വന്ന് ചേരും. പിന്നെ ആദ്യം അനുഭവിക്കേണ്ടി വരികയാണിത്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ ആ ഭഗവാനെ കാണണം എന്നുള്ളൊരു ചിന്തയോടുകൂടി നിന്നിട്ടാണ് അവിടെ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മപ്രാരാബ്ധം നീങ്ങണമെന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സ് പരിശുദ്ധമാവണം. അപ്പോൾ നമുക്ക് കുറേശ്ശെ നാമം ജപിക്കാനായിട്ട് സാധിക്കണു. പിന്നെ നാമം നമ്മുടെ നാവിലെത്തണു. ഈശ്വരൻ നമ്മളോട് കൂടുതൽ അടുക്കണു. നമ്മുടെ എല്ലാ പാപങ്ങളെയും ഹരിച്ച് കളയുന്നു. ആ ഹരിക്കുക എന്ന് വെച്ചാൽ മോഷ്ടിക്കുക തന്നെയാണ്. നമ്മളുടെ പാപങ്ങളെ മുഴുവനും മോഷ്ടിച്ച് കൊണ്ടുപോവുകയാണ് ആ ഭഗവാൻ, നമ്മൾ പോലും അറിയാണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്യൂ നിൽക്കണമെന്ന് വെച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അപ്പോൾ അതിന് ശക്തിയുള്ളവരെ, അതിന് പ്രാപ്തിയുള്ളവരെ അങ്ങനെ ഏത് വിധത്തിലാണോ നമ്മൾ പരിപക്വമായിക്കണം ആ വിധത്തിലൂടെ നമ്മളെ ഭഗവാൻ നന്മയിലേക്ക് തന്നെയാണ്, ആ ഭഗവാനിലേക്ക് നയിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആർക്ക് എപ്പോൾ എങ്ങനെ അനുഭവം ഉണ്ടാവുന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുപോലെ ഭഗവാൻ ഇവിടെയും നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. ഒന്നും അറിയാണ്ടാണ് ഇത് വായിക്കാനുള്ള കൊതി കൊണ്ട്. ഞാനും വിചാരിക്കുന്നു ഈ ഭാഗവതം മൂലം കയ്യിൽ കിട്ടിയിട്ട് ഒരുപാട് കാലം, ഞാൻ പറഞ്ഞല്ലോ 10-15 വർഷമായി ഭാഗവതം ഞാൻ കേട്ടു തുടങ്ങിയിട്ട്. അന്ന് തൊട്ടേ മൂലമൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒരു തവണ പൂർണ്ണമായിട്ട് 7 ദിവസം കൊണ്ട് വായിച്ച്, അതും എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് വായിച്ച് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും എനിക്കതൊരു അത്ഭുതം. അന്ന് ഞാൻ വായിച്ചത് ഒരു ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് ആ മുറ ജപം പോലെ വായിച്ച് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് അക്ഷരം തെറ്റാണ്ടൊന്നും വായിക്കാനല്ല. അന്ന് ഞാൻ വായിച്ചത് ഞാനൊന്നുമല്ല, ഗുരുവായൂരപ്പൻ തന്നെയാണ്. കൊതി പറഞ്ഞപ്പോൾ ഈശ്വരൻ അത് വായിച്ചു തന്നു, അത്ര തന്നെ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇന്ന്
ഇപ്പോഴും എനിക്ക് ആ കൊതിയൊക്കെ ഉണ്ട് ഭാഗവതം നന്നായി എല്ലാവരും വായിക്കണ പോലെ വായിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, അത് എന്നെക്കൊണ്ട് സാധിക്കണില്ല. കേൾക്കാനാണ് എനിക്ക് കൂടുതൽ. ഈ തവണ സപ്താഹത്തിന് പോകുമ്പോൾ പൂർണ്ണമായിട്ടും ആ ഗ്രന്ഥത്തിൽ നോക്കിയിരുന്ന് അത് കേൾക്കും എന്ന് വിചാരിച്ച് ഗ്രന്ഥത്തിൽ നോക്കി അക്ഷരത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ മനസ്സ് വേറെ ചിന്തകളിലേക്ക് ഇങ്ങനെ പോവണ ഒരു പ്രവണത എനിക്ക് കാണുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അധികം ഗ്രന്ഥം നോക്കാണ്ട് പറയണത് കേട്ട് നല്ലോണം കേട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴും ഗ്രന്ഥം വായന നടക്കണില്ല. അപ്പോൾ ഭഗവാൻ എന്താണെന്നറിയില്ല തീരുമാനിച്ചേക്കണേ. ഇപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. വിശ്വോൽപത്യാദിഹേതു സച്ചിദാനന്ദമൂർത്തിയെ താപത്രയധ്വംസകനെ നമിപ്പൂ ഞങ്ങൾ കൃഷ്ണനെ. ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമസ്കരിച്ചുകൊണ്ടുതാ ഭാഗവതം പാരായണം ചെയ്യാനായിട്ട് ആരംഭിക്കണു. മാഹാത്മ്യം ഒന്നാമത്തെ ശ്ലോകമായിട്ട് വരുന്നത് യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു സ്തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. ആ ജന്മമുക്തനനുഭേദനവൻ്റെ പോക്കിൽ ദ്വൈപായനൻ വിരഹകാതുരനായി വിളിച്ചു. ഹേ പുത്ര ശാഖികളതേറ്റു പറഞ്ഞതാർക്കായി ആ സർവഭൂതഹൃദയന്നു നമസ്കരിപ്പേൻ. അച്ഛൻ ശ്രീ ശുഗബ്രഹ്മർഷിയുടെ അച്ഛനായിട്ടുള്ള വേദവ്യാസ മഹർഷി ഭഗവാന്റെ ശ്രീ ശുഗബ്രഹ്മർഷി അമ്മയുടെ ഗർഭപാത്രത്തിൽ 16 വർഷക്കാലം കഴിഞ്ഞു എന്നാണ് പുരാണങ്ങൾ പറയണത്. കാരണം ആ ശ്രീശുഖത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ആ ശ്രീശുഖം ആ ഗോലോകത്തിൽ നിന്നാണ് ആ ശ്രീശുഖം വന്നത് എന്നൊക്കെ മഹാത്മാക്കളെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അത് അധികവും പറയുന്നത്, ഈ കഥ അധികം പറയണത് ഈ ഹിന്ദിയിൽ ഉള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ട്, അതിലാണ് അങ്ങനെ അത് ഇടയ്ക്കൊക്കെ ഞാൻ ആദ്യം ടി വിയിലൊക്കെ അത് കേൾക്കാറുണ്ട്. അതിൽ നിന്നാണ് ആ കഥ മനസ്സിലാക്കിയേക്കണത്. അപ്പോൾ അവർ ഈ ശ്രീ ശുഗബ്രഹ്മർഷിയുടെ ആ ഒരു ഉത്ഭവത്തിൻ്റെ കഥ പറയണത് ഗോലോകത്ത് രാധാറാണിയുടെ അരുമയായ ശുഗമായിരുന്നു ശ്രീശുഖം എന്നതും. അപ്പോൾ ആ രാധാറാണിക്ക് ആ പ്രിയപ്പെട്ട ആ രാധയുടെ കയ്യിലിരുന്നു കൊണ്ട് രാധാകൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ് ആ രാധാകൃഷ്ണ മന്ത്രം ജപിച്ച് സ്വയം ആ ബ്രഹ്മമായിട്ട് തീർന്ന ഭാവം വന്നപ്പോൾ ആ ഒരു ശുഗത്തിനോട്, ആ തത്തയോട് ഭൂമിയിലേക്ക് പോവാനും ഭൂമിയിലുള്ള ജനങ്ങൾക്ക് വേണ്ട ഹിതത്തിന് വേണ്ടത് അവരുടെ ഉള്ളിലൊക്കെ ആ ഭക്തിയെ വളർത്താനായിട്ട് ഭൂമിയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ഗോലോകത്തിൽ നിന്ന് ഭൂമിയിലെത്തിയപ്പോഴേക്കും ഈ ശുഗത്തിനെയും മായ ബാധിച്ചു എന്നാണ് പറയണത്.
അപ്പോൾ ഈ ശുഗത്തിനെ മായ ബാധിച്ചപ്പോൾ കേവലം ഒരു തത്തക്കുഞ്ഞായിട്ട് തോന്നി. അത് പറന്നു ചെന്നിരുന്നത് ശ്രീകൈലാസത്തിലെ മഹാദേവൻ്റെ ഒരു ഉദ്യാനമുണ്ട്. ആ ഉദ്യാനത്തിൽ വേറെ ആർക്കും പ്രവേശനമില്ല, പക്ഷിമൃഗാദികൾക്ക് പോലും പ്രവേശനമില്ലാത്ത ഉദ്യാനമാണത്. അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പരമേശ്വരനും ശ്രീപാർവതിയും കൂടിയിട്ട് ആധ്യാത്മിക കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് ഈശ്വര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്സംഗം നടക്കുന്നതാണ്. അവിടെ അത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു സത്സംഗത്തിന് ഭംഗം തട്ടും. അതുകൊണ്ടാണ് അവിടെ ആരെയും പ്രവേശിപ്പിക്കാത്തത്. ഒരു ശബ്ദം പോലും അവിടെ അവരുടെ സത്സംഗത്തിൻ്റെ ഭഗവാനും നമുക്ക് ഇടയ്ക്ക് ഒന്നും ഒരു പ്രതിബന്ധമാവരുത് എന്നത്രേ. അപ്പോൾ പുറമേ എന്നിട്ട് കാവലെയൊക്കെ നിർത്തിയിട്ടാണ് അങ്ങനെ ആ ഒരു തോട്ടത്തിലുള്ള ഒരു മാവിൻ്റെ മാവിൽ ഈ ശ്രീശുകം വന്നിരുന്നു. ഈ ശ്രീശുകം തത്തക്കുഞ്ഞ് വന്നിരുന്നു. ആ തത്തക്കുഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാർവതി പരമേശ്വരന്മാർ ആ ഉദ്യാനത്തിലേക്ക് എഴുന്നള്ളി. ഇതൊക്കെ ആ ഭഗവാന്റെ നിയോഗം തന്നെയാണ്. എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ആടുന്ന ലീലകൾ തന്നെ. അവിടെ വന്നിരുന്ന് രാധാകൃഷ്ണ ചരിതമാണ് അവർ അന്നത്തെ സത്സംഗത്തിൽ. രാധാകൃഷ്ണ ചരിതം, ഗോലോക ചരിത്രമൊക്കെ പാർവതിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ആ ശ്രീശുഖത്തിന് പൂർവ്വജന്മസ്മൃതി വന്നു. താൻ ആരാണെന്നുള്ള ആ ഓർമ്മ വന്നു. ആ മായയെല്ലാം വിട്ടുപോയി. രാധാകൃഷ്ണ ചരിതം കേട്ടതോടു കൂടിയിട്ട് മായയെല്ലാം അദ്ദേഹത്തിൽ നിന്ന് അകന്നു. അദ്ദേഹത്തിന് ആ ഗോലോകത്തിലെ ആ സ്മരണ വന്നു. അപ്പോൾ എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ എന്ന് ആ തത്ത ഉറക്കെ ജപിച്ചു അത്രേ. അത് കേട്ടപ്പോൾ അനുവാദമില്ലാണ്ട് കടന്നത് ആര് എന്ന് കോപത്തിനെ അഭിനയിച്ചുകൊണ്ട് ഭഗവാൻ കോപത്തിനെ അഭിനയിച്ചുകൊണ്ട് ആ ശുഗത്തിനെ വധിക്കാനായിട്ട് പോയപ്പോൾ അത് പറന്ന് പോയിട്ട് വേദവ്യാസ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തി. അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്നി ആ സമയത്ത് ഒരു കോട്ടുവായ ഇട്ടു. ആ കോട്ടുവായ ഇട്ടപ്പോൾ ആ വായിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒളിച്ചിരുന്നു എന്നാണ് പറയണത്. അങ്ങനെയാണ് ആ കഥ കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രമാണം പറയുക എന്ന് പറഞ്ഞാൽ ഏത് ഗ്രന്ഥത്തിലാണെന്ന് ചോദിച്ചാൽ അത് എനിക്കത്ര നിശ്ചയമില്ല. അത് അവിടെ സ്ഥിരമായിട്ട് ഈ ഹിന്ദിയിൽ പറയുന്ന പ്രവചനത്തിൽ ഭാഗവത സത്സംഗങ്ങളൊക്കെ അവിടെ സപ്താഹങ്ങളൊക്കെ നടക്കുമ്പോൾ അധികവും അതിൽ നിന്ന് ഞാൻ പലതവണ കേട്ട കഥയാണത്. അപ്പം അങ്ങനെ വന്നിരുന്നിട്ടാണ് ഈ പത്നിയിലേക്ക് ഗർഭം ഉണ്ടായത് എന്നും അത് കഴിഞ്ഞ് പിന്നെ 16 വർഷക്കാലം അവിടെ തന്നെ ഇരുന്നു. കാരണം നേരത്തെ ഭൂമിയിലേക്ക് പ്രവേശിച്ച ഉടനെ മായ ബാധിച്ചത് കൊണ്ട് തന്നെ മായ ബാധിക്കും. അപ്പം എനിക്ക് രാധാകൃഷ്ണ സ്മരണ ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഭൂമിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞിരുന്നു. 16 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ഉള്ളിലിരുന്നിട്ടുള്ള തപത്തിൻ്റെ ശക്തി കൊണ്ട് അമ്മയ്ക്കും സാധിക്കാണ്ടായി. പ്രപഞ്ചത്തിന് മുഴുവനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ സാക്ഷാൽ മായയും രാധാകൃഷ്ണന്മാരും വന്ന് അനുഗ്രഹിച്ചു. ഒരിക്കലും മായ ബാധിക്കില്ല, ഇതേ ഭാവത്തിൽ തന്നെ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് അനുഗ്രഹിച്ച ശേഷമാണ് 16ാമത്തെ വർഷമാണ് ശ്രീശുഖം പുറത്ത് ഒരു വന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അതേ ഭാവത്തിലാണ്. ആ ഭഗവാന്റെ ഭാവത്തിലെന്ന് വെച്ചാൽ ഭഗവാന്റെ നീലവർണ്ണത്തോടു കൂടിയിട്ട് അതിസുന്ദരമായിട്ടുള്ള ആ സ്വരൂപത്തോടു കൂടിയിട്ട് ശരീരമൊക്കെ ആ ഭഗവാൻ തന്നെയാണ്. ആ ഗോപിക്കുറിയൊക്കെ അണിഞ്ഞുകൊണ്ട്. പക്ഷേ ഭഗവാന് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പോലെ ആടയാഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ 16 വയസ്സുള്ള ദിഗ്വാസസനായിട്ട് ആണ് അദ്ദേഹം അതിമനോഹരമായിട്ടുള്ള ഒരു ഗോപിക്കുറി ഭഗവാന്റെ നെറ്റിയിലുള്ളത്. അത് മാത്രമാണ് ആ ശരീരത്തെ. ബാക്കിയെല്ലാം കൃഷ്ണൻ്റെ ശരീരം മുഴുവനും ഇടതൂർന്ന ആ അഴിഞ്ഞുലഞ്ഞ മുടികളും
ഒക്കെ ഭഗവാൻ തന്നെയാണ്. ആ തേജസ്സറ്റ ഭഗവാൻ തന്നെയായിട്ട് അദ്ദേഹം അത് വന്ന ഉടനെ തന്നെ ഇറങ്ങി സഞ്ചരിക്കുകയാണ്. അങ്ങനെ സന്യസിച്ച് പോണ ആ മകനെ കണ്ടപ്പോൾ ദുഃഖത്തോടു കൂടിയിട്ട് ശ്രീ വേദവ്യാസ മഹർഷി ഹേ പുത്ര എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോൾ സർവ വസ്തുക്കളും സർവഭൂതത്തിലും ഇരുന്നിട്ട് ആണ് അതിൻ്റെ വിളിച്ച വിളിക്ക് ഉത്തരമായിട്ട് സർവഭൂത ഹൃദയം, അങ്ങനെയാണ് സർവഭൂതങ്ങളുടെ ഹൃദയമായിട്ട് ഭവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ആ വേദവ്യാസ മഹർഷിക്ക് മനസ്സിലായി. അതാണ് ആ ജന്മമുക്തൻ അനുഭേദനവൻ്റെ പോക്കിൽ അങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ അത് തന്നെയാണ് യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈപായനം എന്ന് വെച്ചാൽ വേദവ്യാസ മഹർഷി വിരഹകാതര പുത്രൻ പോണ ആ വിരഹ ദുഃഖം കൊണ്ട് ഉറക്കെ വിളിച്ചു. അത് തന്നെയാണ് അവിടെ പറയണത്. ജന്മമുക്തൻ അനുപേദൻ അവൻ്റെ പോക്കിൽ ദ്വൈപായനൻ വിരഹകാതുരനായി വിളിച്ചു. ഹേ പുത്ര ശാഖികളതേറ്റു പറഞ്ഞതാർക്കായി ആ സർവഭൂതഹൃദയന്നു നമസ്കരിപ്പേൻ. അതാണ് ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് പറയണത്. പിന്നെ രണ്ടാമത്തെ ശ്ലോകം ഞാൻ 2 ഗ്രന്ഥവും എടുത്തു വച്ചിട്ടാണ് ഈ പറയണത്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ഓരോ നിമിഷവും അത് ഉണ്ടാവണമെന്ന് തന്നെയാണ് മനസ്സിൽ പ്രാർത്ഥന. രണ്ടാമത്തെ ശ്ലോകം നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമതരസാസ്വാദകുശല ശൗനഗോബ്രവീത്. നൈമിഷത്തിങ്കൽ മരുവും ബുദ്ധിമാനായ സൂതനെ കഥാമുദാസ്വാദപടു വണങ്ങിച്ചൊല്ലി ശൗനകൻ. ഇതിന് പ്രത്യേകിച്ചൊരർത്ഥമൊന്നും പറയേണ്ട കാര്യമില്ല. ഭാഗവതത്തെ പറ്റിയിട്ട് ചോദിച്ചു. ആ നൈമിഷാരണ്യത്തിലിരിക്കണ ആ മഹാബുദ്ധിമാനായിട്ടുള്ള സൂതനെ വന്ദിച്ചിട്ട് ആ കഥ കേൾക്കാൻ കൊതിയുള്ള ആ ശൗനകൻ കഥാമൃതത്തെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ചോദിച്ചു എന്നാണ്. ശൗനക ഉവാച. മൂന്നാമത്തെ ശ്ലോകം ശൗനക ഉവാച അധ്വാന്തവിധ്വംസ കോടി സൂര്യസമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധത്തെ കഥം മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയത്തെ കഥം. 3-4 ശ്ലോകങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. അജ്ഞാനതിമിരം നീക്കും കോടി സൂര്യസമപ്രഭൻ സൂതാ ചൊല്ലൂ കഥാസാരം എൻ്റെ കർണരസായനം. ശൗനകൻ പറഞ്ഞു അജ്ഞാനതിമിരം നീക്കും കോടി സൂര്യസമപ്രഭ സൂതാ ചൊല്ലൂ കഥാസാരം എൻ്റെ കർണരസായനം. ഭക്തിജ്ഞാനവിരാഗത്താൽ വിവേകത്തെ വളർത്തലും മായാമോഹം വെടിയലും ചെയ്വതെമ്മട്ടു വൈഷ്ണവർ. ചോദിക്കുന്നു. അതായത് അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് എന്തു വേണം? അറിവ് വേണം. അപ്പം കോടി സൂര്യൻ്റെ അത്രയ്ക്കും പ്രഭയോടുകൂടിയ അത്രയും ആ ജ്ഞാനം ഉള്ളവനാണ് ഈ സൂതൻ. അങ്ങനെയുള്ള ആ സൂതനോട് ചോദിക്കുക, അറിവിൻ്റെ സൂര്യനായിട്ട് വിളങ്ങുന്ന ഹേ സൂത, ഞങ്ങളുടെ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നത് എന്താണ്? നശിപ്പിക്കുന്നത് ഭഗവാന്റെ കഥാമൃതമാണ് നമ്മുടെ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നത്. ഈശ്വര കഥകളെ കേട്ടാൽ മാത്രമേ നമ്മുടെ അജ്ഞാനം അകലുള്ളൂ. ആ
നമ്മൾ ആ ശരിയായ ജ്ഞാനത്തിനെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഈശ്വര കഥകളെ കേൾക്കണം. അപ്പോൾ ആ ഈശ്വര കഥകൾ എങ്ങനെയുള്ളതാണ്? കർണങ്ങളെ, കാതുകളെ ആനന്ദിപ്പിക്കുന്നതാണ് ഈശ്വര കഥകൾ. അപ്പോൾ അങ്ങനെയുള്ള ആ കഥാമൃതത്തെ, കഥാരസത്തെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇതാ പറഞ്ഞാലും എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ കർണങ്ങൾക്ക് അത്രയും മധുരമായ രീതിയിലുള്ള ആ ഈശ്വര കഥകളെ പറഞ്ഞു തന്നാലും എന്ന് പറയണു. അടുത്തത് ഭക്തിജ്ഞാന വിരാഗത്താൽ വിവേകത്തെ വളർത്തലും മായാമോഹം വെടിയലും ചെയ്വതെമ്മട്ടു വൈഷ്ണവർ. അതാണ് നേരത്തെ വായിച്ചത്. ഭക്തിജ്ഞാന വിരാഗപ്തോ വിവേകോ വർദ്ധതേ കഥം മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയത്തെ കഥം. പറയണു എങ്ങനെയാണ് ആ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം അങ്ങനെയുള്ളതുണ്ടല്ലോ. ആ ഭക്തിജ്ഞാന വൈരാഗ്യത്തിനെ, ഭക്തിജ്ഞാന വിരാഗക്തം അതിനെ വളർത്തുക, ആ ഭക്തിയെ വളർത്തുക, ആ അറിവിനെ വളർത്തുക, ആ വിരാഗം ഉണ്ടാക്കി തീർക്കുക. അങ്ങനെയുള്ളത് മായാമോഹം, മായ കൊണ്ടുണ്ടാവുന്ന ആ മായാമോഹത്തിനൊക്കെ ഇല്ലാണ്ടാക്കുക. അതിനെ ഇല്ലാണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ആ ഭക്തി എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെയാണ് വൈരാഗ്യം ഉണ്ടാവുക, എങ്ങനെയാണ് അറിവുണ്ടാവുക, എങ്ങനെയാണ് ആ പല വിധത്തിലുള്ള മായാമോഹത്തിൽ പെട്ടിട്ടാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ ദുഃഖിക്കുന്നത്. അതിനെ ഇല്ലാണ്ടാക്കുക എങ്ങനെയാണ്? ആ മായ നിമിത്തം ഉണ്ടാകുന്ന ആ വിവേകത്തെയൊക്കെ ഈ വൈഷ്ണവന്മാരായിട്ടുള്ളവർ ഏത് വിധമാണ് അതിനെയൊക്കെ നശിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അഞ്ചാമത്തെ ശ്ലോകം. ഇഹഘോരേ കലൗ പ്രാപ്തേ ജീവശ്ചാസുരതാം ഗതാ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധന കിം പരായണം ശ്രേയസം. ഓരോ ശ്ലോകം വായിക്കാവും, നന്നാവുക അല്ലേ? ശരി. ഇഹഘോരേ കലൗ പ്രാപ്തേ ജീവശ്ചാസുരതാം ഗതാ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ആസുരത്വം വരും ഘോര കലിയിൽ ജീവികൾക്കിഹ ക്ലേശാക്രാന്താർക്കാത്മശുദ്ധി നേടുവാൻ വഴിയെന്തുവാൻ. ആസുരത്വം വരും ഘോരകലിയിൽ ജീവികൾക്കിഹ ക്ലേശാക്രാന്താർക്ക് ആത്മശുദ്ധി നേടുവാൻ വഴിയെന്തുവാൻ. അപ്പോൾ അടുത്ത ചോദ്യമാണ്. ഈ ഭാരതഖണ്ഡത്തിലെ അതിഘോരമായിട്ടുള്ള കലിയുഗം ആരംഭിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ജീവന്മാർ അസുരഭാവത്തെ മുഴുവൻ പ്രാപിച്ചിരിക്കണം. ഈ കലി ബാധിച്ചതോടുകൂടിയിട്ട് എല്ലാവരിലും ആസുരിക ഭാവം വർദ്ധിച്ചു വന്നു. നമ്മുടെ ഉള്ളിൽ ആസുരഭാവമുണ്ട്, ഈശ്വരഭാവമുണ്ട്. ആസുരഭാവം ഓരോരുത്തരിലും വർദ്ധിച്ച് വന്ന സമയമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെന്തു ചെയ്തു? ആസുരിക ഭാവം വർദ്ധിച്ചത് കൊണ്ടാണ് പല വിധത്തിലുള്ള പാപകർമ്മങ്ങളിൽ പെടാനായിട്ട് ഇടയായിട്ടുള്ളത്. അപ്പോൾ ആ പാപകർമ്മങ്ങളെ ചെയ്യുകയാണ് ചെയ്യണത്. അത് ചെയ്യണത് കൊണ്ട് എന്താ? അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യണു? നാനാവിധങ്ങളായിട്ടുള്ള കേശങ്ങളിൽ അനുഭവിച്ച് ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായിട്ട് അധിക ദുരിതങ്ങളും രോഗങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഇടവരികയാണ്. ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉത്തമമായ ഉപായം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അതാണ് നാലാമത്തെ ചോദ്യം. ഉത്തമമായ ഉപായം എന്താണ്, എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. ഈ അസുരഭാവം വെടിഞ്ഞ് ഈ കലിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് ആ നാലാമത്തെ ആ ചോദ്യം ചോദിക്കണത്. പിന്നെ ആറാമത്തെ ശ്ലോകം. ശ്രേയസം യത് ഭവത് ശ്രേയ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാധുനാ. ശുഭത്തിൽ ശുഭമേതുള്ളൂ പാവനം പാവനത്തിലും കൃഷ്ണനെ പോകുന്ന നിത്യം
ഏതൊന്നോതേണ്ടു നീയുടൻ ചോദിക്കുകയാണ്. ആ ഇപ്പോൾ പറഞ്ഞല്ലോ കലിയുടെ ഒരു മഹത്വം പറഞ്ഞല്ലോ, അത്രയും ഘോരമായ കലിയാണ്. അപ്പോൾ ഈ ഇതിലെ ഏറ്റവും ശുഭമായിട്ടുള്ളത് ശുഭകാര്യങ്ങളിൽ വച്ചിട്ട് പരമമായിട്ടുള്ള ആ ശുഭമുള്ളത് ഏതാണ്? അഞ്ചാമത്തെ ചോദ്യമാണിത്. എന്താണ് ചെയ്യേണ്ടത്? ശുദ്ധിയെ ജനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊക്കെ മനഃശുദ്ധി ഉണ്ടാവണം ഉണ്ടല്ലോ. ആ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനകളിൽ വച്ചിട്ട് പരമപരിശുദ്ധി നൽകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധി ലഭിക്കാൻ എന്ത് ചെയ്യണം? ശ്രീകൃഷ്ണനെ അതായത് കൃഷ്ണപ്രാപ്തി ഉണ്ടാവുക, ആ ശ്രീകൃഷ്ണ അനുഭവം, ശ്രീകൃഷ്ണനെ അനുഭവിക്കാൻ സാധിക്കുക. കൃഷ്ണപ്രാപ്തി എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ അനുഭവവേദ്യമാവുണ്ടല്ലോ. അതിന് സാധിക്കുന്നതായിട്ടുള്ള സാധന ഏതാണ് എന്ന് ചോദിക്കുന്നു. അപ്പം അഞ്ചാമത്തെ ചോദ്യമായിട്ട് ചോദിക്കുന്നത് പരമമായിട്ടുള്ള ഏതാണ്? ശുഭത്തിൽ ശുഭമേതുള്ളൂ? പരമമായിട്ടുള്ള കാര്യം, ശുഭമായിട്ട് ഏറ്റവും പരിപൂർണമായിട്ടുള്ള ശുഭങ്ങൾ, പരമമായിട്ടുള്ള ശുഭം ഏതാണ് എന്ന് അഞ്ചാമത്തെ ചോദ്യം. പിന്നെ ഏറ്റവും പരിശുദ്ധി നേടാനായിട്ട്, പരമമായ ശുദ്ധി നേടാനായിട്ട് എന്ത് സാധനയാണെന്ന് ആറാമത്തെ ചോദ്യം. പിന്നെ ഏഴാമത്തെ ചോദ്യം ശ്രീകൃഷ്ണ ഭഗവാനെ അനുഭവവേദ്യമാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരണം എന്ന് ചോദിക്കുന്നു. അത് ഏഴാമത്തെ ചോദ്യമായിട്ട്. ഏഴാമത്തെ ശ്ലോകം. ചിന്താമണിർലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രിയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. തരും ലോകസുഖം ചിന്താമണി നാഗം സുരദ്രുവും പ്രീതനാം ഗുരു നൽകുന്നു വൈകുണ്ഠം യോഗി ദുർലഭം. തരും ലോകസുഖം ചിന്താമണി. ചിന്താമണി എന്ന് പറയുന്ന ഒരു മുത്ത് ഒരു എന്താ പറയുക രത്നമുണ്ട് അത്ര, ചിന്താമണി എന്ന് പറയണത്. അത് ആ ചിന്താമണിയുടെ അടുത്ത് ചെന്നിട്ട് ലോകസൗഖ്യത്തിന് വേണ്ടി എന്തു ചോദിച്ചാലും ചിന്താമണി തരും. ധനം ഉണ്ടാവണം, സ്വർണം വേണം, ഭക്ഷണം വേണം, എന്ത് കാര്യം ചിന്താമണിയോട് ചോദിച്ചാലും നല്ലതായാലും വേണ്ടില്ല ചീത്തയായാലും വേണ്ടില്ല, എന്ത് ചോദിക്കുന്നു ആ ചോദിക്കുന്നത് മുഴുവനും ആര് തരും? ചിന്താമണി എന്ന ആ രത്നം നമ്മൾ നൽകും. ആ ലോകസുഖത്തെ നൽകുന്നതാണ് ചിന്താമണി. അപ്പോൾ സുരദ്രു എന്ന് വെച്ചാൽ കൽപ്പവൃക്ഷമാണ്. കൽപ്പവൃക്ഷം എന്താ ചെയ്യുക? ആ സ്വർഗത്തിനെ അനുഭവിക്കാൻ, കൽപ്പവൃക്ഷത്തിൽ നിന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പോയിട്ട് സ്വർഗസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നിട്ട് ആ സന്തുഷ്ടനായ ഗുരുനാഥൻ എങ്ങനെയാണ് ആ ഈശ്വരങ്കിലേക്ക് എത്തേണ്ടത് എന്നുള്ള ആ വൈകുണ്ഠം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുണ്ഠത ഇല്ലാത്ത സ്ഥലം, നമ്മൾ പറയണ പോലെ ഒരു സ്ഥലമല്ല. നമ്മളെപ്പോഴും ശാന്തിയോടും സമാധാനത്തോടും കൂടിയിട്ട്, ആത്മശാന്തിയോട് കൂടിയിട്ട് എപ്പോഴും ആനന്ദത്തോടു കൂടി ഇരിക്കുന്ന സ്ഥലമാണ് വൈകുണ്ഠം. അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള വൈകുണ്ഠപ്രാപ്തിക്കുള്ളത് ആര് പറഞ്ഞു തരും? ആ ശിഷ്യനിൽ സന്തുഷ്ടനായിട്ടുള്ള ശിഷ്യൻ്റെ ശ്രദ്ധയും ശിഷ്യൻ്റെ ആ ഏകാഗ്രതയും, ശിഷ്യൻ ഓരോന്നും ചെയ്യാനുള്ള അവൻ്റെ ആ ഓരോ പ്രവൃത്തിയെയും സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് ആ ശിഷ്യൻ അതിന് അനുയോജ്യനാണെന്ന് അറിയുമ്പോൾ സന്തുഷ്ടനായിട്ടുള്ള ഗുരുനാഥൻ വേണ്ടതുപോലെ അത് ഉപദേശിച്ച് ആ ശിഷ്യനെ ആ വൈകുണ്ഠപ്രാപ്തനാക്കി തീർക്കും എന്നതാ പറയണു ആ ഏഴാമത്തെ ശ്ലോകത്തിൽ. എട്ടാമത്തെ ശ്ലോകം. സൂത ഉവാച പ്രീതിശൗനകചിത്തേ തേ യതോ വാച്മീ വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാരഭയനാശനം. സൂതൻ പറഞ്ഞു, ഭവൽ പ്രീതിക്കുതകിടും മട്ടിൽ ചിന്തിച്ചു ചൊല്ലു ഞാൻ ഭവഭീതിയകറ്റുന്ന സർവസിദ്ധാന്തഹേതുവേ. അപ്പം സൂതൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് സൂതൻ പറയണു, ശൗനക അങ്ങയുടെ മനസ്സിൽ ആ കഥ കേൾക്കാനുള്ള ഒരു കൊതിയുണ്ടല്ലോ, അത് ആ കൊതി എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സർവസിദ്ധാന്തങ്ങൾക്ക് സാരമായിട്ടുള്ള ആ ജീവൻ്റെ
ആ ജനന മരണക്ലേശങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതിനെന്താണോ അതിനെ ഞാൻ വേണ്ടതുപോലെ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറയണു. അപ്പോൾ ആ സംസാര ഭയനാശനം എന്ന് വെച്ചാൽ ഈ സംസാരത്തിൽ ജീവിക്കുമ്പോൾ അതിൽ ഭയമാണ്, അല്ലെ പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും. അതിനൊക്കെ ഇല്ലാണ്ടാക്കി വേണ്ടതുപോലെ ആ ജീവന് ശ്രേയസ് ഉണ്ടാക്കേണ്ടത് എന്താണോ അത് ഞാനിതാ പറഞ്ഞു തരാം എന്നാണ് പറയണത്. ഈ 9ാമത്തെ ശ്ലോകം. ഭക്ത്യൗഖവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം ദേഭിദാസ്യാമി സാവധാനതയാ ശൃണു. ഒന്നുകൂടെ വായിക്കാം. ഭക്ത്യൗഖവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം ദേഭിദാസ്യാമി സാവധാനതയാ ശൃണു. കൃഷ്ണനെ സ്തുഷ്ടനാക്കുന്ന ഭക്തി വർദ്ധിച്ചിടും പടി ഉള്ളതങ്ങയോടോതാം ഞാൻ സാവധാനം ശ്രവിക്ക നീ. പറയണു ആ ഭക്തിയെ നിരന്തരം വർദ്ധിപ്പിക്കുക. ശ്രീകൃഷ്ണ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതും ശ്രീകൃഷ്ണ പ്രീതി ജനിപ്പിക്കുന്നതുമായ തത്വം ഏതൊന്നാണോ അത് ഞാൻ അങ്ങയോട് പറഞ്ഞു തരാം. അങ്ങ് എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോട്, സാവധാനം കേൾക്കൂ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി വേണ്ടതുപോലെ ശ്രവിക്കൂ. എന്നാൽ മാത്രമേ അത് ഉള്ളിലേക്ക് എത്തുള്ളൂ. വെറുതെ കേട്ടത് കൊണ്ട് കാര്യമില്ല. ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിരുത്തിക്കൊണ്ട്, അതാണ് സാവധാനം. കേട്ടു വെറുതെ കേൾക്കാൻ വേണ്ടി കേട്ടിട്ട് കാര്യമില്ല. ഓരോന്നും കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ അത് വേണ്ടതുപോലെ എന്താണ് എന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു തരണതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഉള്ളിൽ അന്തരാർത്ഥമായിട്ടുണ്ടാവും. അപ്പോൾ അത് കേട്ടതിനെ വീണ്ടും 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 മനനം ചെയ്ത് അതിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് സാധിക്കുന്ന ആളാണ് ഈ ശൗനകൻ എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് പറയണത് കേട്ട് ഇത് ഏതൊന്നാണോ മനസ്സിരുത്തി കേട്ടോളൂ എന്ന് പറയണം. 10ാമത്തെ ശ്ലോകം. കാലവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. കലിയങ്കൽ കാലസർപ്പഗ്രാസ ഭീതിയകറ്റുവാൻ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം ഉത്തമം സുഖഭാഷിതം. അതായത് കാലസ്വരൂപനായിട്ടുള്ള സർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മളെ ഓരോരുത്തരെയും. അപ്പോൾ ആ മരണഭയം എന്ന് തന്നെയാണ് പറയണേ. എന്താണാവോ ഉണ്ടാവുക, എനിക്ക് എന്തെങ്കിലും പേടിയാവോ, ഒരു ദേഹത്ത് എന്തെങ്കിലും ഒരു വേദന വന്നാൽ അത് ആ രോഗമാവോ, ഞാൻ മരിച്ചു പോവോ, എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ എന്തെങ്കിലും നമ്മളെ പിടിക്കാനായിട്ട് വല്ല കള്ളന്മാർ വരുമോ, ദ്രോഹിക്കുകയോ, അങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും ഭയമാണ് ജീവിതത്തിൽ. എല്ലാം ഭയത്തിലാണ് നമ്മളിരിക്കണേ. ആ കാലസ്വരൂപനായ സർപ്പത്തിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയണു കലിയിങ്കൽ കാലസർപ്പഗ്രാസ ഭീതി അകറ്റുവാൻ. ആ ഭീതി അകറ്റാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഏതാ മാർഗം? ആ ശ്രീമദ് ഭാഗവത ശാസ്ത്രം തന്നെയാണ് അതിന് ഉത്തമമായിട്ടുള്ള മാർഗം. അത് സർവദോഷങ്ങളെ ശമിപ്പിക്കുകയും സർവസിദ്ധികളെ സാധിപ്പിക്കുകയും ചെയ്യാനായിട്ട് ഇതിലും മികച്ച സാമർത്ഥ്യമായ ശാസ്ത്രം ഒന്നുമില്ല. ഭാഗവത ശാസ്ത്രം തന്നെയാണ്. കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് ആ കാലത്തിൻ്റെ പിടിയിൽ നിന്നും ആ ദുഃഖത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന അമൃതം, അല്ലെ ആ ഒരു ഭവരോഗത്തിനുള്ള സിദ്ധ ഔഷധമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ശ്രീശുഖമുഖിനിയായി കീർത്തിക്കപ്പെട്ട സർവവേദാന്തത്തിൻ്റെയും സാരമാകുന്ന, അല്ലെ എന്താ പറയുക, ഒറ്റമൂലി എന്നൊക്കെ പറയില്ല, എല്ലാത്തിൽ നിന്നും എടുത്തിട്ട് ബാക്കിയുള്ളതിൽ നിന്നൊക്കെ അരിച്ചൂറ്റി എടുത്തിട്ട് ഏകമാക്കി എടുത്തിട്ട് എല്ലാത്തിൻ്റെയും സത്തയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ആ ശ്രീമദ് ഭാഗവതമാണ് അത്യുത്തമം എന്നതാ ഇവിടെ പറയണു. 10 ശ്ലോകങ്ങളെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അത് ഞാനിതാ ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും
എല്ലാ ഭക്തന്മാരുടെയും കാലിൽ ഒരുമിച്ച് പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങൾക്കത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ, വേണ്ടതുപോലെ അത് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. കൊതി കൊണ്ട് ചെയ്തതാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം അടുത്ത ആ ഭാഗത്തിൽ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ തൽക്കാലം ഈ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ദിവസം തൊട്ടിട്ട് കുറച്ചും കൂടി കൂടുതൽ പാരായണം ചെയ്യാൻ ശ്രമിക്കാം. ആദ്യത്തെ ആയ കാരണം കൊണ്ട് വേണ്ടതുപോലെയാണോ എന്നൊരു സംശയം കൂടി വന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സമർപ്പിച്ചിട്ട്. ഇനിയിപ്പോൾ പറയാനും പറ്റില്ല. ഗുരുവായൂരപ്പൻ അല്ല ഇനിയും വായിക്കണമെന്ന് കണ്ണൻ പറയാന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലൈവ് വരണ്ടെന്ന് വിചാരിച്ചതും. അതുകൊണ്ടാണ് ഇത്തവണ. അപ്പോൾ വേണ്ടതുപോലെ പാരായണം ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. വിശ്വോൽപത്യാദിഹേതു സച്ചിദാനന്ദമൂർത്തിയെ താപത്രയധ്വംസകനെ നമിപ്പൂ ഞങ്ങൾ കൃഷ്ണനെ. രാധേശ്യാം.